ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാൻചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്കിന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വാൻചോ കേക്കാണല്ലോ നമ്മൾ ചെയ്യുന്നത്. വാൻചോ കേക്കിന് വാനില ആൻഡ് ചോക്ലേറ്റ് 2 സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ 8 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിൻ ഉണ്ടെങ്കിൽ 2 കേക്ക് ടിനും ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഒരേ സമയം തന്നെ ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്തത് ബേക്ക് ചെയ്യുന്നത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ പാൽപ്പൊടി, പിന്നെ ഒരു പിഞ്ച് പോലും വേണ്ട, ഒരു പിഞ്ചിനെക്കാട്ടും കുറച്ച് മതി സാൾട്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 തവണ അരിച്ചെടുക്കാം. ഞാനൊരു 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ വാനില സ്പോഞ്ചിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. ഇനി ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെയും കൂടെ റെഡിയാക്കി വെക്കണം. അതിന് മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 1/2 കപ്പ് മൈദ എടുത്ത് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 തവണ അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ടായിട്ടൊന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്നത് ചോക്ലേറ്റ് കേക്കും വാനില കേക്കുമാണ്. അപ്പം ഇത് രണ്ടും ഡിവൈഡ് ചെയ്തെടുക്കാം ഒരേപോലെ തന്നെ. ഞാൻ ഈ എഗ്ഗ് ബീറ്റ് ചെയ്തിരിക്കുന്നത് ഒരേപോലെയുള്ള 2 ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വാനില കേക്കാണ്. അപ്പോൾ ഒരു ബൗളിലിരിക്കുന്ന വാനില കേക്കിന് വേണ്ടിയിട്ട് എടുക്കാം. മറ്റേതെടുത്ത് അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ വാനില സ്പോഞ്ചിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ കുറച്ചും കൂടി ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ അരിച്ച് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഗ്രീസ് ചെയ്ത് വെച്ച് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് നമ്മൾ ചെയ്യുന്നത് പൈനാപ്പിൾ കേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കും ചെയ്തതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് മുന്നേ മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രീഹീറ്റ് ആയി. ഇനി നമുക്ക് അതിനുള്ളിലേക്ക് ഈ കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കിയായിരുന്നു കേട്ടോ. അതാ നല്ല ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോകാനായിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ചെയ്യാനായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തിരുന്നത് വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം.
അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനേഗർ ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ വാനില കേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ടിന് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ വാനില കേക്ക് ചെയ്തില്ലേ സെയിം രീതിയിൽ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂട് മാറാനായിട്ട് വെക്കാം. കേക്ക് ചൂട് മാറുന്ന സമയം കൊണ്ട് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. കേക്കിൻ്റെ ചൂട് മാറിയ ശേഷം ചോക്ലേറ്റ് കേക്കും വാനില കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് മിൽക്ക് കോമ്പൗണ്ടാണ്. നെക്സ്റ്റ് ലെയറായിട്ട് വാനില സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് തന്നെ 4 ലെയർ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 4 ലെയർസും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ക്രീം വെച്ച് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം ഗനാഷ് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഫ്രിഡ്ജിലിരുന്ന് 2 മണിക്കൂറോളം തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട് ഞാനൊരു ഗനാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗനാഷിന് വേണ്ടിയിട്ട് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്നതൊക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കാഞ്ഞത്. ആ കേക്കുകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയ ചൂടേ ഉള്ളൂ. ചെറിയ ചൂടോടുകൂടി തന്നെ നല്ലപോലെ തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിക്കണം. ഇത് ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഒരു ഡിസൈൻ പോലെ കൊടുക്കാനാണല്ലോ. സെൻട്രൽ ഭാഗത്ത് മാത്രം ഡിസൈൻ കൊടുക്കുന്നില്ല കേട്ടോ, കാരണം അവിടെ പേര് എഴുതി കൊടുക്കണം. ബാക്കിയുള്ള ഭാഗത്ത് മാത്രം കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ച് ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഒരു ഡിസൈൻ പോലെ തന്നെ വന്നോളും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. ഇനി സെൻറ്റർ ഭാഗത്തായിട്ട് പേരെഴുതി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ന്യൂട്രൽ ജെല്ലിൽ കുറച്ച് റെഡ് കളർ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് കേട്ടോ പേരെഴുതി കൊടുക്കുന്നത്. അപ്പോൾ പേരെഴുതി കൊടുക്കുന്നത് നമ്മൾ ഗെറ്റ് പ്രിറ്റി വിത്ത് ശ്രീ എന്നാണ്. അപ്പോൾ ഈ ഗെറ്റ് പ്രിറ്റി വിത്ത് ശ്രീ ആരാണെന്നുള്ളത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്ളോഗ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഗെറ്റ് പ്രിറ്റി വിത്ത് ശ്രീയിലെ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കേക്കാണിത്. ആ മോളുടെ ചാനലിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനലിൽ പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് ഷുഗർ പാൾസ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ 2 സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കേക്കിനൊരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കേക്ക് ബോർഡൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റേ കേക്ക് ബോർഡ് ഉണ്ടല്ലോ, അതിൽ കുറേ ചോക്ലേറ്റ് ഗനാഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ളൊരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കേക്ക് മാറ്റിയതാണ്. പിന്നെ ബോർഡർ ചെയ്തതിലും കൂടെ കുറച്ച് ഷുഗർ ബാൾസ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ അടിപൊളി വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം നല്ലതുപോലെ തണുക്കാനായിട്ട്. അങ്ങനെ ഈ കേക്ക് നമുക്ക് മീനാക്ഷിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. അങ്ങനെ മീനാക്ഷിയുടെ വീട്ടിൽ പോയപ്പോൾ ഈ കേക്കും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മീനാക്ഷി കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്കും മോളുടെ അനിയത്തിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേക്ക്. എല്ലാവരും എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.